വീഡിയോ കാണുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ ചൈന ഗ്രാസ് വേണ്ട, അതേപോലെ ജെലാറ്റിൻ വേണ്ട, നല്ല ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാല്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് മിൽക്ക് ബ്രെഡ് പോലത്തെ നല്ല ബ്രെഡ് എടുക്കാൻ ശ്രമിക്കുക. കസ്റ്റേർഡ് പൗഡർ 2 ടിന്ന്, ഒരു 1.5 ടിന്ന് മതി. കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, കസ്റ്റേർഡ് പൗഡർ, അതിൽ ഡെക്കറേഷൻസിന് പിസ്താഷ്യോയും ഇത് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിൽ 1/2 കപ്പ് പാലൊഴിക്കുക. അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റേർഡ് പൗഡർ, അതിൽ കൂടാൻ പാടില്ല, അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ബാക്കി വന്ന പാല് കസ്റ്റേർഡ് മിക്സ് ചെയ്തതിൻ്റെ ബാക്കി ഒഴിച്ചിട്ട് അതിൽ കസ്റ്റേർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നല്ലപോലെ മധുരം കിട്ടുന്ന തരത്തിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഒഴിച്ച്, ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചത്. ഇനി വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തള വരുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തള വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്പുറത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തള വന്ന് നമുക്ക് അപ്പുറത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ബ്രെഡ് എടുത്തിട്ട് സൈഡെല്ലാം അരിഞ്ഞിട്ട് കളഞ്ഞ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ട്രേൻ്റെ അളവ് നോക്കിയിട്ട് ബ്രെഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. ബാക്കി ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വരാത്ത തരത്തിൽ ബ്രെഡ് ആദ്യം റെഡിയാക്കി വെക്കുക. അടുത്തതായിട്ട് നമുക്കൊരു മിക്സും കൂടി ഉണ്ടാക്കാനുണ്ട്. ഈ ഒരു ലെയർ ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ അതിന് വെറും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും മാത്രം എടുത്താൽ മതി. നല്ലതുപോലെ മധുരം കൊടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് നല്ലതുപോലെ എടുക്കണം. ബ്രെഡ് നല്ലതുപോലെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഒരു മിക്സും കൂടി ഉണ്ടാക്കി. ഇനി പുഡിങ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തണുത്ത നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഒഴിക്കുക. അതിൻ്റെ മേലെ ബ്രെഡും ഒക്കെ വീഡിയോയിൽ കാണുന്നത് പോലെ അടുത്ത ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ഉണ്ടാക്കി വെച്ചാൽ അത് അടുത്തത് ഒഴിക്കുക. അങ്ങനെ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ലെയർ ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് എല്ലാ ടേസ്റ്റും വരിക. അപ്പോൾ അതും കൂടി ശരിക്കും പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ ഡെക്കറേഷൻ ഉപയോഗിച്ചതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് പിസ്താഷ്യോ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ഇതാണ് ഇതിൻ്റെ നല്ലൊരു കോംബോ. അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം മാറ്റി വെക്കണം. ആ ഫ്രഷ് ക്രീം എങ്ങനെയാണ് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഒഴിക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അതേപോലെ മൂന്നാമതായിട്ട് ഞാൻ ഉപയോഗിച്ചത് എഡിബിൾ റോസ് പെറ്റൽസ് ആണ്. ഇത് ഭയങ്കര ഫ്ലേവറോട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ പുഡിങ് നല്ലതുപോലെ സോക്കാണ്. മാക്സിമം ടൈം ഫ്രിഡ്ജിൽ സോക്കായാൽ ബ്രെഡ് മുഴുവനും നല്ല വാട്ടർ കണ്ടൻറ്റെല്ലാം അബ്സോർബായിട്ട് ബ്രെഡ് കുതിർന്ന് വന്നാലാണ് ഈ പുഡിങ്ങിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാണാനുള്ള ഭംഗിയും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വാക്കുകൾക്ക് അതീതമാണ്. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് മുഴുവൻ കഴിക്കുന്ന ആ ഒരു വീഡിയോയും കൂടെ ഞാനിതിൽ കാണിക്കാം. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് എന്തുമാത്രം കാണാൻ ഭംഗിയും എത്രമാത്രം ടേസ്റ്റ് ഉള്ളതാണെന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ അത്രയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.